സംഘപരിവാർ രാഷ്ട്രീയമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സംഘപരിവാറിൻ്റെ പ്രൊപ്പഗാൻഡ അവർ ഏറ്റെടുക്കുമ്പോൾ ആ രാഷ്ട്രീയം അവർ പിന്തുടരാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. കേരളത്തിൽ BJP ശ്രമിക്കുന്നൊരു പ്ലാനുണ്ട്. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതലായി കടന്ന് കയറുക. ആ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പിന്തുണ കിട്ടിയാലേ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വളർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ BJPയുടെ ഈ നീക്കം കുറച്ചുകൂടി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള പണിയാണോ ഇപ്പോൾ ഈ സഭാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടക്കുന്ന പ്രദർശനങ്ങളിലൂടെയൊക്കെ സംഭവിക്കുന്നത്? ഇത് BJP നേതൃത്വത്തിന്റെ കണക്കൂട്ടലുകൾ അതായിരിക്കും, അതിലെനിക്ക് തർക്കമില്ല. പക്ഷെ ഇതിനകത്തുള്ള ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്, ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്, പണ്ട് BJPയുടെ സംഘപരിവാറിന്റെ സാമാന്യം സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഒരിക്കലും എന്നോട് പറഞ്ഞു, ഈ BJPയുടെ ഒരു അഖിലേന്ത്യാ നേതാവ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന അഖിലേന്ത്യാ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തോട്, കേരളത്തിൽ നിന്നുള്ള അദ്ദേഹത്തോട് അവർ ഡൽഹിയിൽ സുഹൃത്തുക്കളാണ്, കണ്ടപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്? കാരണം കേരളത്തിൽ NSS വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമുദായമാണ്, NSS വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്, നായർ സമുദായം വലിയ പ്രസൻസ് ആണ്, SNDP ഈഴവരുടെ വലിയൊരു സംഘടനയാണ്, അവർ ജനസംഖ്യയിൽ ഈ രണ്ടു കൂട്ടരോട് കൂടിയാൽ തന്നെ വളരെ വലിയൊരു ശതമാനമില്ലേ, എന്തുകൊണ്ട് കേരളത്തിൽ BJPക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നത്. വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NSS ഒരു സാമുദായിക സംഘടനയാണ്, ഒരു വർഗീയ സംഘടനയല്ല. SNDP ഒരു സാമുദായിക സംഘടനയാണ്, ഒരു വർഗീയ സംഘടനയല്ല. ഈ രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകൾ വർഗീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ കേരളം തീർന്നു പോകും. അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ കാലം മുഴുവൻ ഉണ്ടായിട്ടും അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇത് അതുപോലെ തന്നെയാണ് ഇതും. കേരളത്തിലെ കത്തോലിക്ക, ഇതിപ്പം വ്യത്യാസം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ കത്തോലിക്ക നേതൃത്വം തന്നെ അതിന്റെ ഒരു ഭാഗം തന്നെ ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അവിടെ ഞാൻ കാണുന്ന ഒരു വ്യത്യാസം, കേരളത്തിലെ മറ്റ് സമുദായങ്ങളെക്കാൾ കൂടുതൽ സാമൂഹികമായി മുമ്പോട്ട് പോയിരിക്കുന്ന സമുദായമാണ് കേരളത്തിലെ സുറിയാനി കത്തോലിക്ക വിഭാഗം എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഫ്ലിക്റ്റ് വീണ്ടും വരും. എന്തുകൊണ്ട് NSSും SNDPയും വർഗീയ സംഘടനകളാകുന്നില്ല, സാമുദായിക സംഘടനകൾ എന്ന് ചോദിച്ചാൽ അതിന് വലിയ ചരിത്രം അവരെ അങ്ങനെ വർഗീയ സംഘടനകളാകുന്ന പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവർക്കങ്ങനെ ആകാൻ പറ്റില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്യുലർ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി, സെക്യുലർ ഭരണകൂടത്തിന്റെ, സെക്യുലർ ഭരണഘടനയുടെ പിന്തുണയോടുകൂടിയാണ് ഈ സമുദായം മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ തിരിച്ചടി കിട്ടുക, ഏറ്റവും കൂടുതൽ കിട്ടുക ഈ സമുദായത്തിന് തന്നെയാണ് എന്നുള്ള ബോധം ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ധാരണ. ഈ വിദ്യാഭ്യാസം, സാമൂഹ്യ പുരോഗതിയൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ വെറുപ്പുണ്ടാക്കാൻ നോക്കിയാൽ മനുഷ്യർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അവിടെ ഈ സഭാ നേതൃത്വത്തിന്റെ അരക്ഷിതാവസ്ഥ, അതാണ് എനിക്കിതിന്റെ കാരണമായി തോന്നുന്നത്. സഭാ നേതൃത്വത്തിന് ഈ സ്റ്റക്കായി കഴിയുമ്പോൾ, സമുദായം സാമാന്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമുദായം സ്റ്റക്കാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് കൃഷി ലാഭകരമല്ലാതെ വരുന്നു, തൊഴിൽ കിട്ടാതെ വരുന്നു, ആവശ്യത്തിന് കുട്ടികൾ പുറത്തു പോകേണ്ടി വരുന്നു. ഇത്തരം വെല്ലുവിളികൾ അവരുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ വെല്ലുവിളികൾ നെഗോഷിയേറ്റ് ചെയ്യാൻ സമുദായത്തിന് മുൻപിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരുടെ അരക്ഷിതാവസ്ഥ, അവരത് വെറുപ്പായിട്ട് പ്രസരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ സമുദായത്തിന് തിരിച്ചറിയാൻ പറ്റും. ഈ വെറുപ്പ് അപ്പുറത്ത് നിൽക്കുന്ന, ഇപ്പൊ മുസൽമാനെ വെറുക്കാൻ പറ്റുമെങ്കിൽ നാളെ ഇവർ ഹിന്ദുവിനെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കും. അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കേരളത്തിലെ മുസൽമാൻ ആകെ 3 കേസുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 3 കേസുകൾ. ഈ കേരളത്തിലെ SDPഐയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള സംഘടനകൾ പരമാവധി ശ്രമിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ 10% പിന്തുണ പോലും ഇന്നും അവർക്കില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന 90% മേ ബി അധികം മനുഷ്യർ സെക്യുലറായി ജീവിക്കുന്ന മുസ്ലിങ്ങളാണ്. അവരിൽ ആ മനുഷ്യരെ വെറുക്കാനാണ് ഇവർ പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് എന്നുള്ളത് അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസമില്ലാത്ത, നമുക്ക് ലോകത്തെക്കുറിച്ച് ധാരണയില്ലാത്ത, ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്ത മനുഷ്യർക്ക് ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും. 3 കേസുകൾ. കേരളത്തിൽ നിന്ന് 3 പെൺകുട്ടികൾ മതം മാറി അവർ ISISന്റെ പുറകെ പോയിട്ടുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. അത് ലോകത്തിൽ ഇവിടെ മാത്രമല്ല, ബ്രിട്ടനിൽ നിന്ന് പോയിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള മനുഷ്യർ ISന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ഇവരെ ന്യായീകരിക്കുക? ബ്രിട്ടനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു രാജ്യം. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട് ISISൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇവരതിനെ ന്യായീകരിക്കുക?
അപ്പം യാതൊരു തരത്തിൽ ലോജിക്കില്ലാത്ത, യാതൊരു തരത്തിൽ വസ്തുതയില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാമെന്നും ഈ അരക്ഷിതമായ സഭാ നേതൃത്വം, ഈ KCYM എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു കൂട്ടുകൃഷിയായിരിക്കും. ഈ സമുദായത്തെ, സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത മനുഷ്യരുടെ ഒരു കൂട്ടുകൃഷി. they'll be stuck at some point in time. അതിന്റെ അർത്ഥം നമ്മൾ സെക്യുലർ സമൂഹത്തിൽ ജീവിക്കുന്ന, സാധാരണ ജീവിതം നയിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ഇക്കാര്യത്തിൽ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും കേരളത്തിലെ മുസ്ലിം സമുദായം ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്കായിട്ടൊരു ആശങ്ക ഉണ്ടാവേണ്ടതില്ല. കേരളത്തിലെ സെക്യുലർ സൊസൈറ്റിക്ക് ഇതിനെ ഒരുമിച്ച് നിന്ന് എതിർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വളരെ ആശാവഹമായിട്ട് കാണുന്ന ഒരു കാര്യം, കോൺഗ്രസ്സുകാർ പലരും സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഇതൊക്കെ ഇടതുപക്ഷക്കാരുടെ മാത്രം തലയിൽ വന്ന് വീഴലാണ് പതിവ്. ഞാൻ കാണുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെ ചില ഉറച്ച ശബ്ദങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിത് ഹാൻഡിൽ ഇതൊരു പ്രശ്നമാണ് എന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നമുക്കിത് കൈകാര്യം ചെയ്യാവുന്ന, നമുക്കിത് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു വിപത്ത് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ അതിനെ കണ്ടത്.